ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജെയ്സ് ജോസ്. കൊളസ്ട്രോളിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അമിതമായ വണ്ണമുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു രോഗമായിട്ടാണ്. എന്നാൽ അമിതവണ്ണവും കൊളസ്ട്രോളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വളരെ തീരെ മെലിഞ്ഞ ആളുകൾക്ക് വരെ കൊളസ്ട്രോൾ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പ്രായം കൂടിയ ആളുകൾക്കാണ് വരുന്നത് എന്നതും തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. ഇന്ന് വളരെ ചെറുപ്പക്കാരിൽ വരെ കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായ ഒരുപാട് ചെറുപ്പക്കാർക്ക് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു പുതുമയല്ലാതെ മാറിയിരിക്കുന്നു. നമുക്ക് കേരളത്തിൽ ഒരുപാട് ചെറുപ്പക്കാരാണ് ഹൃദയസ്തംഭനം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെയൊക്കെ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിലൊക്കെ നല്ലൊരു ശതമാനം ആളുകളിലും ഉയർന്ന നിലയിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവുള്ളതായിട്ട് കാണാൻ സാധിക്കും. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യം ഒരു ഘടകമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശാരീരികമായ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ കോശ നിർമ്മാണത്തിനും എല്ലാം ആവശ്യമുള്ള ഘടകമാണ് ഈ കൊളസ്ട്രോൾ. നമ്മുടെ ശരീരത്തിലുള്ള ലക്ഷോപലക്ഷം കോശങ്ങളുടെ പുറംപാളി ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവയുടെ ഘടന നിലനിർത്താനും നമ്മുടെ ഹോർമോണുകളുടെയൊക്കെ ശരിയായ പ്രവർത്തനങ്ങൾക്കും ഞരമ്പുകളുടെയും അല്ലെങ്കിൽ ധമനികളുടെയും ശരിയായ പ്രവർത്തനങ്ങൾക്കും ഈ കൊളസ്ട്രോൾ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ശരീരം തന്നെ നിർമ്മിക്കുന്ന ഒരു ഘടകമാണ് ഈ കൊളസ്ട്രോൾ. നമ്മുടെ രക്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ഒരു 75 മുതൽ 80% ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കരളിലാണ്. ബാക്കി ഒരു 20 മുതൽ 25% മാത്രമാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ ഉയർന്നു നിൽക്കാനുള്ള കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, ഈ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളും നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കും. പിന്നെ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോൾ നമ്മുടെ രക്തധമനികളിലും ഹൃദയധമനികളിലൊക്കെ അടിഞ്ഞുകൂടി രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും അതിൻ്റെ ഫലമായിട്ട് സ്ട്രോക്ക്, ഹൃദയാഘാതം, അതുപോലെ തന്നെ പക്ഷാഘാതം എന്നിവയ്ക്ക് കാരണമാകും. ഇങ്ങനെ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് പല ഭാഗത്ത് അടിഞ്ഞുകൂടി നമ്മുടെ ശരീരത്തിന് അപകടമായ രീതിയിൽ അടിഞ്ഞുകൂടുന്നത് നമ്മൾ പൊതുവെ ഈ കൊളസ്ട്രോൾ എന്ന് ഒറ്റവാക്കി പറയുമെങ്കിലും ഈ കൊളസ്ട്രോൾ പലതരമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തരമാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് അപകടകരമാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ആകെ കൊളസ്ട്രോൾ മാത്രം ചെക്ക് ചെയ്യും. എന്നാൽ ഇത് ഓരോന്നും തരംതിരിച്ച് അത് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ദോഷകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രക്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റാണ് ലിപിഡ് പ്രൊഫൈൽ. ഈ രക്തപരിശോധന ചെയ്യുമ്പോൾ അത് രാവിലെ വെറും വയറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വെറും വയറ്റിൽ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ലഭിക്കും. ഇത് ചെയ്യുമ്പോൾ നിർബന്ധമാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാം, മറ്റ് ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കരുത്. അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിലൊന്നാമത്തതാണ് ടോട്ടൽ കൊളസ്ട്രോൾ. ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 200 mg/dL താഴെ നിൽക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. രണ്ടാമത്തതാണ് HDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ എന്ന് പറയും. ഈ കൊളസ്ട്രോളാണ് നമ്മുടെ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടാതെ നമ്മുടെ മാലിന്യങ്ങളൊക്കെ കരളിലെത്തിക്കാൻ സഹായിക്കുന്നത്. ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അമിതമായ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലും കൊഴുപ്പിൻ്റെ അളവ് വളരെ കുറവുമായിരിക്കും. മൂന്നാമത്തതാണ് LDL അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയും. ഇത് ഏകദേശം ഒരു 130 താഴെ നിൽക്കുന്നതാണ് അഭികാമ്യം. ഇത് നമ്മൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും. ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് അത് നമ്മുടെ രക്തധമനികളിലൊക്കെ അടിഞ്ഞുകൂടി ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനൊക്കെ കാരണമാകുന്നത്. നാലാമത്തതാണ് VLDL. ഇതും ഒരു ചീത്ത കൊളസ്ട്രോളാണ്. ഇത് ഏകദേശം ഒരു 25-നും 40-നും ഇടയിൽ നിൽക്കുന്നതാണ് അഭികാമ്യം. അഞ്ചാമത്തതാണ് ട്രൈഗ്ലിസറൈഡ്. ഇതൊരു ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോളാണ്. ഇത് ഏകദേശം ഒരു 140-നൊക്കെ താഴെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ HDL ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കരളിലാണ്. ഈ കരളിലൊക്കെ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥ, അതായത് ഫാറ്റി ലിവർ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ HDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും അതിന് ഫലമായിട്ട് ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ LDL ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ശരീരത്തിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ അല്ലെങ്കിൽ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലുള്ള ആളുകൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഷുഗറിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്.
നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന സ്വീറ്റ്സ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ, അതുപോലെ ജ്യൂസുകൾ, പാനീയങ്ങളിലൊക്കെ അമിതമായിട്ട് ഷുഗറിൻ്റെ അളവ് കണ്ടന്റ് ഉണ്ട്. അത് ഷുഗർ അമിതമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് നമ്മുടെ കരളിൽ സംഭരിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ LDL പോലെയുള്ള ചീത്ത കൊളസ്ട്രോളുകളുടെ അളവിൽ വർധനയ്ക്കും കാരണമാകും. അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചെറിയ കൊളസ്ട്രോൾ കുറയുകയും ഇത് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. പ്രത്യേകിച്ച് ജങ്ക് ഫുഡുകൾ, പ്രോസസ്സറായിട്ടുള്ള ഫുഡുകളുടെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ള ആളുകൾ പാക്കറ്റ് ഫുഡുകളൊക്കെ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം. അതുപോലെ തന്നെ റെഡ് മീറ്റുകളുടെ ഉപയോഗം, അതുപോലെ ചീസ് അല്ലെങ്കിൽ നെയ്യ് ഒക്കെ തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മൾ വേണ്ടി ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോൾ, അതായത് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങളുള്ള കഴിക്കണം. അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നട്ട്സ്, ചിയ വിത്തുകളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒലിവ് ഓയിൽ ചേർക്കുന്നത് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ മുഴുധാന്യങ്ങൾ കഴിക്കുന്നത്, അതുപോലെ നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ട്, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ മധുരപലഹാരം അല്ലെങ്കിൽ ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ല, എന്നാലും അവരുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ അമിതമായിട്ട് അരിയാഹാരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്നജം ധാരാളം അടങ്ങിയ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ അരിയാഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും അതിനുള്ള ഫലമായിട്ട് അത് നമ്മുടെ കരളിൽ സംഭരിക്കപ്പെടുകയും അതിന് ഫലമായിട്ട് ട്രൈഗ്ലിസറൈഡ് പോലെയുള്ള ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് അമിതമായിട്ട് അരിയാഹാരങ്ങൾ ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. നമ്മൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ പതിച്ചിട്ട് കാര്യമില്ല, അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ദിവസവും സ്ഥിരമായിട്ടും ഒരു 40 മിനിറ്റിൽ കുറയാതെ ഒരു വ്യായാമം കൂടി ചെയ്യണം. നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുകയും അതിനോടൊപ്പം കറക്റ്റായിട്ട് വ്യായാമം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉയർന്നെടുക്കുന്ന കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.